World's greatest wedding collection. Emmanuel Silks, M Space Shopping Center, Mele Patambi. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സിപിഎം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി പട്ടാമ്പിയിൽ കാൽനട പ്രചരണ ജാഥ തുടങ്ങി. ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണനാണ് ജാഥ നയിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സിപിഎം 25-ന് നടത്തുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിന്റെ ഭാഗമായാണ് പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ. കഴിഞ്ഞ ദിവസം വാടാനംകുറിശ്ശിയിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം KS അലിക ജാഥ ഉദ്ഘാടനം ചെയ്തു. സമ്പന്നന്മാരോടുള്ള കടപ്പാട് ബോധ്യപ്പെടുത്തുന്ന ബജറ്റാണ് കേന്ദ്രത്തിൻ്റെതെന്ന് KS അലിക കുറ്റപ്പെടുത്തി. സമ്പന്നന്മാർക്ക് കോട്ടമുണ്ടാകാതെ ഓരോ ബജറ്റുകളും അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന അവരുടെ സമ്പന്നരോടുള്ള കടപ്പാട് ബോധ്യപ്പെടുത്തുന്നതാണ് അവരുടെ ബജറ്റുകൾ എന്നത് ഈ അവസാനത്തെ ബജറ്റും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എന്താ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റിന്റെ അവതരണ വേളയിൽ പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ട് പൊതുമേഖലയിൽ വലിയ രൂപത്തിലുള്ള സ്വകാര്യവൽക്കരണം നടക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഘട്ടത്തിലും അവരൊരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നു, പൊതുമേഖലയെ വിറ്റ് ഖജനാവിലേക്ക് പണം സമാഹരിക്കാൻ. ഇപ്പോ അതിന്റെ തുടർച്ച വീണ്ടും ഈ ബജറ്റിലും പറഞ്ഞിരിക്കുക. അന്ന് 6 ലക്ഷം കോടിയാണ് പറഞ്ഞതെങ്കിൽ ഇത്തവണ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് 10 ലക്ഷം കോടി രൂപ ആ നിലയിലേക്ക് നാഷണൽ എൻട്രപ്രൈസസ് പൈപ്പ് ലൈൻ പദ്ധതിയിലൂടെ ഞങ്ങൾ സമാഹരിക്കും. എങ്ങനെയാണ് സമാഹരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട്. ലോക്കൽ സെക്രട്ടറി PP വിജയൻ അധ്യക്ഷത വഹിച്ചു. NP വിനയകുമാർ, ജാഥ ക്യാപ്റ്റൻ ടി ഗോപാലകൃഷ്ണൻ, TK നാരായണദാസ്, സുബൈദ ഇസാക്ക്, AV സുരേഷ്, TV ഗിരീഷ്, K അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴാഴ്ച ഓങ്ങല്ലൂരിലെ പാറപ്പുറത്തു നിന്നും കാൽനട പ്രചരണ ജാഥ തുടങ്ങി. ഓങ്ങല്ലൂർ ടൗണിലെ സ്വീകരണ യോഗത്തിൽ U അജയ്കുമാർ, ടി ഗോപാലകൃഷ്ണൻ, സുബൈദ ഇസാക്ക്, NP വിനയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 23-ന് തൃത്താലകൊപ്പത്ത് ജാഥ സമാപിക്കും.